നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നോട്ടിൽ ഒതുങ്ങാത്ത പരിഷ്കരണം. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കരണങ്ങളുമായി മോദി സർക്കാർ. 3 ലക്ഷത്തിന് മുകളിലുള്ള പണമിടപാടുകൾക്ക് നിയന്ത്രണം. കൂടുതൽ തുക ചെക്കായോ ഡിജിറ്റൽ ഇടപാടുകൾ വഴിയോ വിനിയോഗിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിലും കടിഞ്ഞാണിട്ട സർക്കാർ. രാഷ്ട്രീയ പാർട്ടികൾ ടാക്സ് റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി 5% മാത്രം. 50 ലക്ഷം മുതൽ 1 കോടി വരെ വരുമാനമുള്ളവർക്ക് 10% സർചാർജ് ഏർപ്പെടുത്താനും തീരുമാനം. അതേസമയം 2.5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഫലത്തിൽ നികുതിയില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ പുതിയ നിയമനം പരിഗണനയിലെന്ന് അരുൺ ജെയ്റ്റ്ലി. സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടും. ക്യാഷ്ലെസ് ഇടപാടുകൾക്ക് ആധാർ പേ. പുതിയ വിദേശ നിക്ഷേപ നയവും ആലോചനയിലെന്ന് കേന്ദ്ര ധനമന്ത്രി. പ്രതീക്ഷയുടെ പ്രഖ്യാപനങ്ങൾ. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകി മോദി സർക്കാരിന്റെ 4ാം പൊതു ബഡ്ജറ്റ്. 10 ലക്ഷം കോടി രൂപ വരെ കാർഷിക വായ്പ അനുവദിക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കർഷകർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കർഷകരുടെ വരുമാനം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നും പ്രഖ്യാപനം. കാർഷിക രംഗത്ത് സർക്കാർ പ്രതീക്ഷിക്കുന്നത് 4.1% വളർച്ച. ക്ഷീരവികസന ഫണ്ടിലേക്ക് 8000 കോടി. ജലസേചന സൗകര്യത്തിന് നബാർഡ് വഴി പ്രത്യേക ഫണ്ട് അനുവദിക്കും. ചെറുകിട ജലസേചന പദ്ധതികൾക്ക് 5000 കോടി. 2018ഓടെ ഗ്രാമങ്ങളിൽ 100% വൈദ്യുതീകരണം നടപ്പാക്കുമെന്നും സർക്കാർ. ഗ്രാമവികസനത്തിന് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യം. 2019ഓടെ 1 കോടി കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. തൊഴിലുറപ്പ് പദ്ധതി വിഹിതത്തിൽ 10,000 കോടിയുടെ വർധന. 2 വർഷത്തിനുള്ളിൽ ഗ്രാമീണ മേഖലകളിൽ 1 കോടി വീടുകൾ നിർമ്മിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 23,000 കോടിയുടെ സഹായം. സുരക്ഷയ്ക്ക് മേൽക്കൈ. രാജ്യത്ത് റെയിൽ യാത്രാ സുരക്ഷ ഉറപ്പുവരുത്താൻ 1 ലക്ഷം കോടിയുടെ തുക അനുവദിച്ച സർക്കാർ. റെയിൽവേയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ 1.31 ലക്ഷം കോടിയുടെ നിക്ഷേപം. 3500 കിലോമീറ്ററിൽ പുതിയ റെയിൽ പാളങ്ങൾ. 2020ഓടെ ആളില്ലാ ലെവൽ ക്രോസുകൾ പൂർണ്ണമായും ഇല്ലാതാക്കും. റെയിൽവേ സേവനങ്ങൾ സംബന്ധിച്ച് പരാതി അറിയിക്കാൻ കോച്ച് മിത്ര പദ്ധതി. ഓൺലൈൻ ബുക്കിംഗ് പ്രയോജനപ്പെടുത്താൻ റെയിൽവേ ടിക്കറ്റിംഗ് സേവനങ്ങൾക്കുള്ള സർവീസ് ചാർജ് ഒഴിവാക്കി കേന്ദ്ര നടപടി. 500 സ്റ്റേഷനുകൾ ഭിന്നശേഷി സൗഹൃദമാക്കും. രാജ്യത്തെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര സോണുകൾ തുടങ്ങും. 2000 സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പദ്ധതി. അതേസമയം ഇത്തവണയും കേരളത്തെ തഴഞ്ഞ് ജാർഖണ്ഡിലും ഗുജറാത്തിലും എയിംസ് അനുവദിച്ച സർക്കാർ. ജനറിക് മരുന്നുകളുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കും. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയുമെന്നും അരുൺ ജെയ്റ്റ്ലി. ഗതാഗത മേഖലയ്ക്ക് 2.41 കോടിയും ദേശീയപാത വികസനത്തിന് 64,000 കോടിയും. പ്രതിരോധ മേഖലയ്ക്ക് 2.74 കോടിയും നീക്കിയിരിപ്പ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി വൈകിട്ട് 5:30 വീണ്ടും കാണാം. നമസ്കാരം.